ഞാൻ മഹിയേട്ടൻ്റെ രണ്ടാം ഭാര്യയും എൻ്റെ മകൻ രണ്ടാം ഭാര്യയുടെ മകനുമായി മാറും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ദുർഗയെയും കിരണിനെയും ഇവിടുന്ന് ഒഴിവാക്കാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. നിന്നെ അവരിപ്പോ ഇത്രയും കാര്യമായിട്ട് നോക്കുന്നത് നിന്റെ വയറ്റിൽ വളരുന്ന ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്ത അവകാശിയെ കരുതിയ. അതെ, നിനക്ക് ആ ബോധം ഇല്ലെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് ആ ബോധമുണ്ട്. ഈ കുട്ടിയെ നീ വേണ്ടെന്ന് വെച്ചെന്നെങ്ങാനും ഇവിടെ ഉള്ളവരറിഞ്ഞ അതോടെ നിനക്കിപ്പോ കിട്ടുന്ന പരിഗണന ഇല്ലാതാകുന്നു മാത്രമല്ല, നിന്നെ അവര് ചിലപ്പോ ഇവിടെ നിറക്കി വിടാൻ പോലും സാധ്യതയുണ്ട്. അമ്മേ, അല്ല എന്നാലും അപ്പച്ചി. ഒരെന്നാലും ഇല്ല. നിന്റെ വയറ്റിൽ വളരുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യമാണെന്നാ അവര് വിശ്വസിക്കുന്നത്. ഇനി എല്ലാവരും നിന്നെ ശ്രദ്ധിക്കാനും പരിഗണിക്കാനും തുടങ്ങുന്നതോടെ ആ ദുർഗയ്ക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലാതാവും. അതല്ലേ നമുക്ക് വേണ്ടത്. അതെ അശ്വതേ, നീ കൂടുതൽ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. ഈ വീട്ടിലെ എല്ലാം നിനക്ക് സ്വന്തമാവാനും പൃഥ്വി നിന്റെ വരുതിയിൽ കൊണ്ടുവരാനും എല്ലാത്തിനും ഇത് തന്നെയാ നല്ലത്. നീ വെറുതെ അടിച്ചു പൊളിക്കാൻ സമയം കിട്ടിയില്ല, കറങ്ങാൻ പോയില്ല, നടക്കാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞാ നീ പെട്ടുപോകും. ഞാൻ പറഞ്ഞേക്കാം. ശരിയാ, നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഈ കുഞ്ഞു വരട്ടെ, ഇന്ദ്രപ്രസ്ഥം നമ്മുടെ കയ്യിലാവട്ടെ. കിരൺ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ദുർഗ ഒരു വല്യമ്മയാവാൻ പോവാ. പൃഥ്വി അശ്വതി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി. നമ്മൾ കരുതിയതുപോലെ തന്നെ അശ്വ പ്രഗ്നന്റാ. അല്ല, നിങ്ങൾക്കെന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ഞങ്ങൾക്ക് സന്തോഷാ. പെട്ടെന്ന് കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ലേ കിരൺ? അതെ. എങ്കിൽ വിശ്വസിച്ചോ, അശ്വി പ്രഗ്നന്റാ. കുറച്ചു മാസങ്ങൾ കഴിയുമ്പോ ഒരു കൊച്ചശ്വിതയോ ഒരു കൊച്ചു പൃഥ്വിയോ നമുക്ക് കിട്ടും. സത്യം പറയാലോ, അശ്വിതയ്ക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ മനസ്സിനൊരു വിങ്ങല് പോലെ. എന്റെ മനസ്സിലിപ്പോഴും അവളുടെ ആ കുഞ്ഞു മുഖമുണ്ട്. ആ അഷി ഉടനെ ഒരു അമ്മയാകുന്നു എന്ന് പറയുമ്പോ മനസ്സിന് സങ്കടാണോ സന്തോഷാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇതേ അവസ്ഥയാ പൃഥ്വിയുടെ കാര്യത്തിൽ എനിക്കും. ഒരു അനുജൻ എന്നതിനേക്കാൾ ഒരു മകന്റെ സ്ഥാനമാ പൃഥ്വിക്ക് എന്റെ മനസ്സിൽ. എനിക്കങ്ങനെ ഓർക്കാനും എന്നെക്കുറിച്ച് ഓർക്കാനും ആരുമില്ല. അതൊക്കെ പോട്ടെ. അഷിക്കും പൃഥ്വിക്കും ഉടനെ ഒരു കുഞ്ഞ് ജനിക്കും. അവരെക്കാ മുതിർന്നവരാ നിങ്ങള്. നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ? ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ചേച്ചി ഞങ്ങള്. അതെ ചേച്ചി, കിരണിന്റെ കാര്യത്തില് ഒരു തീരുമാനമാകാതെ ഞങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങുന്നതിന് ഇതൊന്നും ഒരു തടസ്സമേ അല്ല. തടസ്സമാണ് ചേച്ചി. ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛനില്ലാത്തതിന്റെ പേരില് എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി എന്റെ കുഞ്ഞിന്റെ മുന്നിൽ കൂടി അങ്ങനെ നിൽക്കാൻ എനിക്കാവില്ല. കിരണിനെ എല്ലാവരും അംഗീകരിച്ച ശേഷം ആ സന്തോഷത്തിലേക്ക് മതി ഞങ്ങളുടെ കുഞ്ഞ് എന്നത് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. അതിന് ഞങ്ങളെ സഹായിക്കേണ്ടത് ആരാണെന്ന് ചേച്ചിക്ക് അറിയാലോ. ചില കാര്യങ്ങളുടെ സത്യം നേരിട്ടറിയാമെങ്കിലും നമ്മൾ നിസ്സഹായരായി നിൽക്കേണ്ടി വരും. അതുപോലെ ഒരവസ്ഥയിലാ ഇപ്പം ഞാൻ. സാരമില്ല, എത്ര വേണേലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
എനിക്ക് വേണ്ടത് എൻ്റെ അഡ്രസ്സാണ്. എത്ര വൈകിയാലും ഞാനത് നേടിയെടുക്കും. പൂർണിമയ്ക്കെല്ലാം അറിയാം. അതാ കിരണിനെയും ദുർഗയും പൂർണിമ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മഹിയേട്ടനും എല്ലാം അറിയാമെന്ന് ഉറപ്പാ. ഞാനും പൃഥ്വിയൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന ടെൻഷൻ കൊണ്ടാവും മഹിയേട്ടനൊന്നും പറയാത്തതും കിരണിനെ അംഗീകരിക്കാത്തതും. ഒപ്പം കുടുംബത്തിൻ്റെ സൽപ്പേര് പോകുന്നതും മഹിയേട്ടനെ മറ്റുള്ളവർ പഴിക്കുമെന്ന ചിന്തയും ഉണ്ടാവും. പക്ഷേ മഹിയേട്ടനെ കൊണ്ട് കിരണിനെ അംഗീകരിപ്പിക്കാനാണ് പൂർണിമ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. അങ്ങനെ സംഭവിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ മഹിയേട്ടൻ്റെ രണ്ടാം ഭാര്യയും എൻ്റെ മകൻ രണ്ടാം ഭാര്യയുടെ മകനുമായി മാറും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ദുർഗയെയും കിരണിനെയും ഇവിടുന്ന് ഒഴിവാക്കാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. പൃഥ്വിയോട് കാര്യങ്ങൾ തുറന്നു പറയാന്ന് വെച്ചാൽ അവൻ എടുത്തു ചാടി ബഹളം വെച്ച് എല്ലാവരും എല്ലാം അറിയുന്ന സിറ്റുവേഷനിൽ എത്തിക്കും. അങ്ങനെ സംഭവിച്ച ചിലപ്പോൾ മഹിയേട്ടൻ കിരണിനെ അംഗീകരിക്കും. അതോടെ എല്ലാം തീരും. ഇനി എന്താ ഒരു വഴി? മഹിയേട്ടനെ കൊണ്ട് തന്നെ കിരണിനെയും ദുർഗയെ ഇവിടെ നിന്ന് ഇറക്കി വിടുവിക്കണം. അല്ലാതെ ഒരു വഴിയുമില്ല. ഇതെവിടെ പോയി? കുറെ നേരമായെന്ന് തോന്നുന്നല്ലോ ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാൻ തുടങ്ങിയിട്ട്.